രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന സംജ്ഞ വന്നത്. അത് ആർഷഭാരത സംസ്കൃതിയിൽ നിന്ന് കിട്ടിയതല്ല, ഹിറ്റ്ലറുടേതാണത്. ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പാക്കിയ ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കൾ, ഹിറ്റ്ലർ കണ്ട ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കളെ തന്നെയാണ് ഇന്ത്യയിൽ RSS കണ്ടത്. ഹിറ്റ്ലറിൽ നിന്ന് കടമെടുത്തിയ ആശയമാണ്. നാസിസത്തിൻ്റെ ആശയം RSS സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒരു കൂട്ടർ ആ നടപടിയെല്ലാം അംഗീകരിച്ചു. അതാണ് RSS. അവർ പറഞ്ഞത് എന്താ? ജർമ്മനിയിൽ ആഭ്യന്തര ശത്രുക്കളെ നേരിടുന്നതിൽ ജർമ്മനി കാണിച്ച മാതൃക അനുകരണീയമാണ്. ഇതാണ് RSS. ഇവിടെ RSSന്റെ തലതൊട്ടപ്പൻ, അവരെ ഗുരുജി ഗോൾവാൾക്കർ എന്ന് വിളിക്കുന്ന ഗോൾവാൾക്കർ എഴുതി വെച്ചു, രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും. ഹിറ്റ്ലറുടെ വാചകത്തിൽ നിന്ന് എന്താ വ്യത്യാസം? ബോൾഷേവിക്ക് അന്ന് അവിടെ കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കുന്ന പേരാ. അവിടെ ജൂതരായിരുന്നു, ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും എന്ന് എഴുതി. അപ്പോ നാസികൾക്ക് ജൂതരെങ്ങനെയായിരുന്നോ അതേ നിലയാണ് RSSന് ഇവിടെ മുസ്ലിമും.